പോയോ? അതെ, അത് ഇങ്ങോട്ട് മാറിയോ? അതെ, അവിടെ തന്നെയാണ് ആദ്യം നിന്നത്. ഇവിടെ ഇങ്ങോട്ട് മാറി. ആദ്യം ഇവിടെ ഇരുന്നിട്ട് ഈ ഭാഗത്തായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് മാറി. എനിക്ക് തോന്നുന്നു വെയിൽ വരുന്നതനുസരിച്ച് നിങ്ങൾ മാറുമെന്ന് തോന്നുന്നു. തിരിച്ച് നമ്മൾ ആദ്യം വന്ന ഫ്രീ വേയിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ അടുത്ത് പോകുന്നത് ന്യൂട്ടൺ ബി ഡ്രറി സീനിക് പാർക്ക് വേ. അധികം ദൂരം ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടെ നിന്ന് പോകുന്നിടത്തുനിന്ന്. റെഡ്വുഡ് ട്രീസിന്റെ നടുക്കൂടെ വണ്ടി ഓടിച്ച് പോവാൻ കേട്ടോ. കാട് മൊത്തം ഈ റെഡ്വുഡ് ട്രീസ് തന്നെ തിങ്ങി നിൽക്കുകയാണ്. അതും ഇത്രയും ഹൈറ്റ് ഉള്ളത്. 1925 ഇവിടെ ഇതൊക്കെ ചെയ്തേക്കുന്നത്. 100 വർഷം മുമ്പ് ഇത്രയും സംഗതികൾ കണ്ടുപിടിച്ച് ഇവരുണ്ടാക്കിയിട്ടേക്കാണ്. ഈ ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മള് വരുമ്പോ ബിഗ് ട്രീ എന്നുള്ള ബോർഡ് കാണാം കേട്ടോ. ബിഗ് ട്രീയിലേക്ക് പോണേക്കുമ്പോ നമ്മള് കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ പോട്ടെ. ബിഗ് ട്രീ അല്ല, ഇത്രയും ട്രീയില് ഇതാണ് ബിഗെന്ന്. അതെ, അവരിത് എങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചാലേ? എല്ലാ ട്രീയും പോയി അളന്ന് ഇവരിങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ നടന്നേ ഇങ്ങനെ നടക്കുമ്പോ കണ്ടുപിടിക്കും. പിന്നെ അങ്ങോട്ട് വഴി വെട്ടും, പിന്നെ എല്ലാരെയും കാണിക്കും. ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവര് എടുത്തേക്കണേ അല്ലേ? അതെ. നമ്മൾ വരുന്ന വഴിക്ക് ഇത് ട്രീയുടെ പീസുകളാണോ? ഒരു മരത്തിന്റെ പീസ് നോക്കി, ഭയങ്കര വലിയ കല്ല് പോലെ. യെസ്, ബിഗ് ട്രീ. ഫൈനലി നമ്മൾ ബിഗ് ട്രീയിലെത്തി. ഇതാണ് ബിഗ് ട്രീ. ആളെ നിൽക്കുന്ന ഹൈറ്റിലേക്ക് നമുക്ക് സൂം ചെയ്യാം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. ഓക്കെ, ആളെ നിൽക്കുമ്പോൾ അത്രേ ഉള്ളൂ ട്രീ. ഓക്കെ, ഇനി നമ്മളിങ്ങനെ മേളിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഇത് സെക്വയിൽ കണ്ട ട്രീനേക്കാളും വലുതാണോ? അതെ, അതിൻ്റെ അത്രേ ഉള്ളൂ. സെക്വയുടെ ആ ഹൈറ്റ് 80 ആയിരുന്നു തോന്നുന്നു. ഇത് 87.2 ഉണ്ട്. നമ്മൾ ഈ ബിഗ് ട്രീനെയൊക്കെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടുമെന്ന് പറയണേ. യോഗയിലൊക്കെ നമുക്കൊന്ന് ഹഗ് ചെയ്യാൻ പറ്റണില്ല, കൈ തൊടാനേ പറ്റുള്ളൂ. ബിഗ് ട്രീയിൽ ടച്ച് ചെയ്തിട്ടാ നമ്മുടെ കൈ അതിൻ്റെ ചെറിയൊരു നാരിൻ്റെ അത്രേ ഉള്ളൂ. അനുഗ്രഹിക്കോ? അതെ, എന്തോ ഒരു നോളജുള്ള മണിമുത്താ നിക്കണേ. അതിൻ്റെ ഒരു കമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒടിഞ്ഞ് ചാടിയിട്ട് പിന്നെ അത് വീണ്ടും ഒരു മരമായിട്ട് വളർന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എല്ലായിടത്തും പോലെ ഇവിടെ നിന്ന് ഓരോ ട്രെയിൽസ് അങ്ങോട്ട് പോകുന്നുണ്ട്, അതില പോകുന്നുണ്ട്. ഇവർ നമ്മൾ ബിഗ് ട്രീയുടെ അവിടെ വെച്ച് പരിചയപ്പെട്ടവരാണ്. അപ്പോൾ പുള്ളിയുടെ ബ്രദർ ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ സുനാമിയൊക്കെ നടന്ന സമയത്ത് അവിടെ ടൂറിസ്റ്റ് വന്നിട്ട് അവിടെ 2 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ആളുകളെയൊക്കെ അവർ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. വളരെ എന്താ പറയുക, ഈ സാന്ദർഭികമായിട്ട് ഇവരെ കണ്ടെങ്കിലും വളരെ സന്തോഷം തോന്നി അവരങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ നമ്മുടെ ഒരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. അതും കേട്ടപ്പോൾ സന്തോഷമായി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇവിടെ കുറേ പാർക്കിംഗ് ഉണ്ടല്ലോ. നമ്മള് തിരിഞ്ഞു വന്നിട്ട് നമ്മള് വന്നിടത്തിലേക്ക് തന്നെ എത്തി. അപ്പൊ ഇവിടുന്ന് കുറച്ച്, അതാണ് അവരവിടെ നിന്ന് നിങ്ങൾക്ക് വണ്ടിയിൽ പോണോ അതെയോ ഇത് ചോദിച്ചായിരുന്നു. ക്രിസ്ത്യൻ സിറ്റി വണ്ടിയിൽ പോണോ നിങ്ങൾക്ക്? ലൂപ്പില് നമ്മൾ ആദ്യം വന്ന സ്ഥലം കേട്ടത്. അവിടെ നിന്ന് ട്രെയിനിൽ നമുക്ക് ഈ ബിഗ് ട്രീയിലേക്ക് പോവാം. വണ്ടിയിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോ വണ്ടിയിൽ പോയല്ലേ, ഇനിയിപ്പോ നേരെ അവിടെ നിന്ന് നമുക്ക് മറ്റേ നേരെയല്ലേ പോണ്ടേ. അപ്പൊ അവിടെ നിന്നിട്ട് ലെഫ്റ്റ് എടുത്ത് പോകണം. നമ്മളിങ്ങനെ നേരെ പോയ ഒറിഗോൺ എത്തോട്ടോ. അപ്പൊ നമ്മള് യാത്രയിൽ ഇപ്പൊ ഈ ടൂറിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് പേരെ കണ്ടു. നമ്മളിപ്പോ ലാസ്റ്റ് കണ്ടവര് ഒറിഗോണിലുള്ളവരാണ്. പിന്നെ അതുപോലെ അതിന് മുമ്പ് കണ്ട കുറച്ച് പേര് കാനഡയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. അങ്ങനെ പല പല സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ.
ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ മാക്സിമം പോയാൽ മതിയാവും ഒറിഗോൺ സ്റ്റേറ്റിലേക്ക് എത്താൻ. ക്ലാമത്ത് ബീച്ച് റോഡ് കോസ്റ്റൽ ഡ്രൈവ് 4 മൈൽ ട്രെയിലേഴ്സ് RVB ക്യാമ്പ് ക്ലാമത്ത് ക്യാമ്പിങ് ഏരിയ ഉള്ളതാണ് അല്ലേ. ഫ്രീ വേ ഉണ്ടാ കാണുന്നത്. നമ്മളതിൻ്റെ അടിയിൽ കൂടെ ആണ് പോകുന്നത്. നാട്ടില് റബ്ബർത്തോട്ടം നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ വണ്ടി വരുന്ന വഴിക്കൊന്ന് നിർത്തിയതാണ് കേട്ടോ. ശരിക്കും നേരിട്ട് കാണുമ്പോൾ പേടിയാവട്ടോ. ഒരു വല്ലാത്തൊരു ഫീലാണ്. മരങ്ങളൊക്കെ ഉണ്ടല്ലേ, തണുത്ത് വിറച്ച്. വെയിലും ഇല്ല. സമയം ഇപ്പോൾ 3 മണിയായിട്ടുള്ളൂ. പക്ഷേ ഒരു വ്യൂ അസാധ്യമാണ്. ഇതേ ഒരു പുഴയാണ് കേട്ടോ. നമുക്ക് ഇത് നമ്മുടെ ആ സാക്രമെന്റോ എന്ന് പറയുന്ന പുഴയാവാൻ സാധ്യതയുണ്ട്. പറയാൻ പറ്റില്ല. പക്ഷെ അതിന് ഇത്തിരി കൂടെ വലിപ്പം വേണം അതിന്. അതായിരിക്കില്ല അടി. ക്ലാമത്ത് റിവർ ആണ്. ഇങ്ങോട്ട് ഇത്തിരി വേറെ ടൈപ്പ് ഓഫ് മരങ്ങളാട്ടോ. നമ്മളിപ്പോ ഹൈ ബ്ലഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. US വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വീതി കുറഞ്ഞ വഴിയിൽ പോകുന്നത്. ചെലപ്പോ അവിടെ ഇതൊന്നും അങ്ങോട്ട് നോക്കിയാ മോനെ ഒന്ന് ആലോചിക്ക. ഫോറസ്റ്റ് അതിന്റെ ഇടയ്ക്ക് സീ. ഇതൊരു അത്ഭുത ലോകാട്ടല്ലേ. 10 മൈലാണ് ഇവിടെ സ്പീഡ്. ഓക്കെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നടന്നു പോണേ. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മുടെ വണ്ടി അവിടെയാണ് ഇട്ട. അവിടെ നിന്നൊരു ജസ്റ്റ് 100 മീറ്റർ നടക്കുമ്പോഴത്തേക്കും സീ ഫ്രാക്ചർഡ് കോസ്റ്റ് ലൈൻ. മൈ ഗോഡ്. ഇവിടുന്ന് നേരെ പോയ സീയിലേക്ക് കേട്ടോ. ഒരു വെള്ള കളറാട്ടോ കടലും കരയും ചേർന്നോടത്ത്. ആ മിസ്റ്റാണത്. നല്ല രസമുണ്ടല്ലേ മോന്. ഇവിടെ നമുക്ക് തിമിംഗലമൊക്കെ ഇതിൽ പാസ് ചെയ്ത് പോകുന്ന വഴിയും കൂടെയാണ് കേട്ടോ. വെയിൽ വാച്ചിനുള്ള ഏരിയ ഉണ്ട് ഇതിൻ്റെ പല ഭാഗത്തായിട്ട്. ഞാൻ വിചാരിച്ചു കുട്ടികളൊന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്യില്ലെന്ന് വിചാരിച്ചേട്ടാ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് വളർത്തുന്ന ചെടി ഇവിടെ എത്ര നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നതെന്ന് അറിയാമോ. മോന് താഴേക്ക് വേണ്ട മോന്. ചെല്ല അങ്ങോട്ട് പോയി. അതെന്ന് പറയാ അതിൻ്റെ എത്രത്തോളം അത് നന്നായി ഒരു കേടൊന്നുമില്ലാണ്ട് നിൽക്കാമോ അത്രയും നല്ല ഫ്രഷായിട്ട്. ശരിക്കും ഇതായിരിക്കും അതിന് വേണ്ട ഒരു ക്ലൈമറ്റും എല്ലാം. ഇവിടെയാണെങ്കിൽ വെള്ളമുണ്ട്, തണുപ്പുണ്ട്, വെയിലുണ്ട്. എന്താ പറയുക, ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല മണ്ണാണ്. അതിൻ്റെ വലിയ ട്രീ ഉണ്ടത്. ഇവിടെ കുട്ടികളുടെ ഒരു കാര്യമേ, ഇവിടെ നിന്നൊരു കല്ലെടുത്ത് നമ്മൾ സീയിലേക്ക് എറിഞ്ഞപ്പോൾ അവർ ഭയങ്കര അത്ഭുതമായിട്ട് കാണുക. എന്നിട്ട് അവർ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അതെ കയ്യിൽ വെക്കുക എന്നിട്ട് എറിഞ്ഞോ. മറ്റേ കയ്യിൽ മാറിക്ക് മോനും കൂടെ മാറിക്ക. അത്ര വേണ്ട, ഇങ്ങോട്ട് പിടിച്ചാൽ മതി. എന്നിട്ട് അവിടെ നിന്ന് എറിഞ്ഞ. ഓ അതെവിടെ പോയി ചാടി കേട്ടോ. അടിപൊളിയല്ലേ,
സൂപ്പർ. അത്രയും പോരെ? നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്നും 1600 കിലോമീറ്റർ ദൂരത്തിലാണോ. നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു വഴിട്ടാ. പറയാതിരിക്കാൻ വയ്യ ഗൈസ്. നിങ്ങൾ എത്രയും വേഗം US-ലുള്ളവര് റെഡ്വുഡ് നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു മിനിമം ഒരു 3 ദിവസത്തേക്കെങ്കിലും ആയിട്ട് വരിക. ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇതൊരു ഹ്യൂജ് നാഷണൽ പാർക്കാണ്. സെക്വോയ പക്ഷെ ഇത്രയും വേണ്ട. നമുക്ക് സെക്വോയിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാലേ നമ്മൾ ഓരോ പ്രാവശ്യം കാണുന്നതിനെ കൂടുതൽ പൊക്കി പറയാല്ലേ. പക്ഷെ ഓരോന്നും അത്രയ്ക്ക് അടിപൊളിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സെക്യൂർ കാണാൻ നമുക്ക് ഒരു ദിവസം ടൈറ്റ് ഷെഡ്യൂൾ നമുക്ക് തീർക്കാം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കാം. ഒരു ദിവസം മതി സമയമില്ലാത്തവർക്ക്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് മിനിമം ഒരു 2-3 ദിവസം വേണമെന്നാണ് നമ്മുടെ ഇതുവരെയുള്ളൊരു കാഴ്ചപ്പാട്. ഇവിടെ ഒരു RV പാർക്ക് കാണുന്നുണ്ട്. ക്യാമ്പ് ക്ലാമത്ത്. ഐസ് ഇവിടെ കംപ്ലീറ്റ് ഓൺലൈനിലായതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓഫീസിലൊന്നും ചോദിക്കാനൊന്നും അങ്ങനത്തെ ഒരു സംഭവങ്ങൾ കുറവാണ്. അതാണ് വേറെ പ്രശ്നം. എല്ലാം ഓൺലൈനും ഒക്കെയാണ് കൂടുതൽ. അല്ലാതെ ഉണ്ട് കേട്ടോ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം 3:45. നമുക്ക് ഇനിയിപ്പോൾ എന്തൊരു 1 മണിക്കൂറോടെ കഴിഞ്ഞ് ഇവിടെ രാത്രിയാവും. 4:45 ഇരുട്ടാവും. പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമ്പും കൂടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്യാമ്പ് സൈറ്റൂടെ കാണുമ്പോൾ കയറുന്നത്. ഇവിടെ ബെയർ വാണിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുതിര വണ്ടിയുടെ ഒരു കോച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് 29 മൈൽ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 29 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 40-45 കിലോമീറ്ററായി. ഒരു വല്ലാത്തൊരു സംഭവമാണ്. ഇവിടെയുള്ള ആൾക്കാർ വണ്ടി ഓടിക്കണത് എത്ര മര്യാദയ്ക്കാണെന്നറിയാം. എത്ര ഡീസൻ്റ് ആയിട്ടാണ് കാണുമ്പോൾ. വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നുന്നു ഇവരോട്. നമ്മളിപ്പം വണ്ടി ഓടിച്ച് പോകുമ്പോൾ നല്ല സ്പീഡിലാണ് പോകണേ. അപ്പോൾ സ്ലോ ഇവിടെ എല്ലാം മിക്ക സ്ഥലത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. സ്ലോ ആയിട്ട് ഓടിക്കുന്നവർ റൈറ്റ് ട്രാക്കിൽ പോകാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്പീഡിൽ പോണവരൊക്കെ ഈ റൈറ്റ് ട്രാക്കിലൂടെ പോകണേ. കാരണം മിക്കവാറും സ്പീഡിൽ പോണവർ ലെഫ്റ്റ്, അതിലും സ്പീഡിൽ പോണവർ ലെഫ്റ്റ് ട്രാക്കിലൂടെ പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു ഇത് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ 60 മൈൽ സ്പീഡിലാണ്. 60 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 100 കിലോമീറ്റർ സ്പീഡായി. അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ ഈ റൈറ്റ് ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ബ്രിഡ്ജിലേക്ക് കയറി. ഇത് ക്ലാമത്ത് റിവർ ആയിരുന്നില്ലേ ആദ്യം പറഞ്ഞത്? ആദ്യം പറഞ്ഞതല്ല, നമ്മൾ ആ സൈഡിൽ കൂടെ പോയി. പുഴയുടെ സൈഡൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പുഴകളൊക്കെ തോന്നുന്നു വരുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ പുഴകളൊന്നും ഇല്ലാന്നാട്ടോ. ഒരു രക്ഷയില്ലാത്ത നല്ല കിടിലൻ പുഴകളാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും പിന്നെ ഈ കരടിയുടെ പ്രതിമകളാണ് ഇവർ വച്ചേക്കുന്നത്. ഇവിടെ ഒരു RV ക്യാമ്പ് ഉണ്ടല്ലോ. ഇതൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വരുന്നതാണോ എന്ന് എനിക്ക് സംശയമാണ്. ഇവിടെയുള്ള ആളുകൾ മൊത്തം ഈ ക്യാമ്പ് സൈറ്റിൽ കൂടെ ഉണ്ടോ. അതാണ് ഇവിടെയുള്ള ആളുകൾ ഈ മറ്റേ വലിയ വണ്ടികൾ എടുക്കുന്ന എല്ലാവരും. ഇവർക്ക് എപ്പോഴും പുറത്ത് തന്നെ ജീവിക്കണം. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇവർ പുറത്ത് പോകും. തന്നെയല്ല അതൊരു എക്സസൈസിൻ്റെ പാർട്ടായിട്ട് ഇവർ ട്രെയിൽസിലും കൂടെ പോയി കഴിയുമ്പോൾ അവരുടെ ഹെൽത്തും കൂടെ ശരിയാവും. ഇത് പക്ഷേ ഫുള്ളായിട്ടൊരു കാടല്ല കേട്ടോ അല്ലേ. നമുക്ക് കാടാണെങ്കിലും അത്യാവശ്യം എല്ലാ ഷോപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അല്ലേ. കാസിനോ ബാർ ആൻഡ് ഗ്രില്ല് ക്ലാമത്ത്. എന്താ റെഡ്വുഡ് ഹോട്ടൽ കാസിനോ. ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. റൈറ്റ് സൈഡിൽ കൂടെ നിൽക്കുന്ന ചെടികളല്ലേ. നമ്മുടെ നാട്ടിലുള്ള ഇത് നാട്ടിൽ സെയിം സാധനമുണ്ട്. പക്ഷെ വളരെ ചെറുതായിരിക്കും. ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പം. ജെറ്റ് ബോട്ട് ടൂർസ് അവിടെ പോണ്ടാവും. RV പാർക്കും അവിടെ ഒരു റിവറിന്റെ സൈഡാണ്. റിവർ സൈഡ് RV പാർക്ക് ഉണ്ട്. റിവറിന്റെ സൈഡാന്ന് പറയുമ്പോൾ തന്നെ റിവർ സൈഡ് RV പാർക്ക് തന്നെ. ഇവിടെ വന്നില്ല. ഫോർ സെയിൽ ഓർ ലീസ് ഓൾ ഓർ പാർട്ട് 31 acres റിവർ. എൻ്റെ പൊന്നെ 31 acre ഉണ്ട് റിവർ ആൻഡ് ഹൈവേ ഫ്രണ്ടേജ്. ലീസിനും തരും, വിൽക്കാനും ഉണ്ട്. നമുക്ക് ഏതായാലും അത് കുറഞ്ഞത് ഇച്ചിരി കൂടിയത് മേടിക്കും. ഈ
ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് മരങ്ങളാട്ടോ. ഇത് ഈ ഏരിയയിൽ മൊത്തം ഇതുപോലെ പൊക്കം കുറഞ്ഞ് നമ്മൾ എന്താ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്ന പോലത്തെ ടൈപ്പ് ചെറിയ ചെറിയ ചെടികളാണ്. ചെടികളല്ല, ഒരു മീഡിയം സൈസ് മരങ്ങളെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ടെമ്പററി ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചേക്കോട്ടെ. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. പൊളി ബ്രിഡ്ജ്. ഇത് ഹൈവേയുടെ പറഞ്ഞായിരിക്കും ടെമ്പററി അത്രയും സ്ട്രോങ് ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചേക്കണം. ഇഷ്ടംപോലെ RV പാർക്കുകളുണ്ട് എല്ലായിടത്തും. യൂറോപ്പ് ട്രൈബൽ ഓഫീസ്, മിസ്റ്റിക് ഫോറസ്റ്റ് RV പാർക്ക്. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, റെന്നർ പെട്രോളിയം. ഇവിടെ റേറ്റ് എത്രയാ? 5.2. ബട്ട് സ്റ്റിൽ ഇവിടെ അവൈലബിൾ ആണല്ലോ. നമുക്ക് ഇവിടെ എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ. അതാണ് ഈ റെഡ്വുഡ് നാഷണൽ പാർക്കിന്റെ ഒരു ഗുണം. സെക്വേ പോയാലാണ് നമ്മൾ പെട്ടു പോണത്. ട്രീസ് ഓഫ് മിസ്റ്ററി, യു ആർ ഓൾമോസ്റ്റ് ദെയർ. നമുക്ക് ട്രീസ് ഓഫ് മിസ്റ്ററി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെയൊക്കെയുള്ള മരങ്ങൾ നമ്മൾ ആ വനത്തിൽ നിൽക്കുന്ന ആ പായലുള്ള മരങ്ങളാട്ടോ. ഇതാ കാണുന്നതാണ് ട്രീസ് ഓഫ് മിസ്റ്ററി. ഫോറസ്റ്റ് കഫേ, ട്രീസ് ഓഫ് മിസ്റ്ററി, ക്ലാമത്ത്, കാലിഫോർണിയ. നമ്മൾ ട്രീസ് ഓഫ് മിസ്റ്ററിയിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്.